നേതാവ് സീതാറാം യെച്ചൂരി പറഞ്ഞത് ഇതൊരു തുഗ്ലക് പരിഷ്കാരമാണ്. ഏത് ഈ വിരൽ മഷി പ്രയോഗം. എന്തുകൊണ്ട് ഒരാളുടെ വിരലിൽ മഷി പതിപ്പിക്കുന്നു, അതിനുശേഷം അയാൾ ഈ പണം മാറ്റി വാങ്ങുന്നു, പിന്നീട് അയാൾ വീണ്ടും പണം മാറ്റി വാങ്ങാൻ വന്നാൽ നിയമപരമായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന പണം മാറ്റൽ അദ്ദേഹത്തിന് അവകാശപ്പെട്ടതല്ലേ, അപ്പോൾ എന്ത് ചെയ്യും എന്ന് ഇത്തരമൊരു ചോദ്യം നിങ്ങൾക്കില്ലേ? തീർച്ചയായിട്ടും ഒരു ന്യായീകരണവും ഇല്ലാത്തതാണ്. കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരുന്ന സമയത്ത് മഷി ഈ വിരലുണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? അതേപോലെ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിലെ കോടിക്കണക്കിന് ആൾക്കാർ അഥവാ വേണമെങ്കിൽ തന്നെ ആളുകളെ മാറി മാറി അയക്കുന്നതിന് എന്താ പ്രയാസമുള്ളത്? ഉപദേശമാണ് പ്രധാനമന്ത്രികൾ. ഒരു കാര്യം കൂടി സാർ, ഇപ്പൊ അങ്ങ് പറയുകയുണ്ടായി, അങ്ങ് അടക്കമുള്ളവർ ശക്തമായി പറയുന്നൊരു കാര്യമാണ് സൂര്യകാന്ത് മിശ്ര കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ പറഞ്ഞത് അല്ലേ, ഈ പറയുന്ന BJPയുടെ സംസ്ഥാന നേതൃത്വം അവിടുത്തെ 1 കോടി കൊണ്ടിട്ടുവെന്ന്, 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളായി അല്ലേ? അതിന് BJPയുടെ കേന്ദ്ര നേതൃത്വം ചോദിക്കുന്ന ഒരു മറുചോദ്യമുണ്ട് സാർ. ഒരു മറുചോദ്യമുണ്ട് അവർക്ക്. അതായത് ശരി, ഈ 1000-ഉം 500-ഉമായി കൊണ്ടിട്ടു, ഇട്ടത് ബാങ്കിലാണല്ലോ. നരേന്ദ്രമോദി പ്രഖ്യാപിച്ച 8-ാം തീയതിക്ക് മുൻപായിക്കോട്ടെ ശേഷമായിക്കോട്ടെ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിങ് സംവിധാനത്തിലാണ് ഈ പണം കൊണ്ടിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ വരുമാന സ്രോതസ് കാട്ടണം. അക്കൗണ്ടബിളായ മണിയാണ് സാർ. അതിനിപ്പോൾ 8-ാം തീയതി ഇട്ടാലും 7-ാം തീയതി ഇട്ടാലും 9-ാം തീയതി ഇട്ടാലും ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ പാർട്ടിക്ക് അങ്ങനെ കഴിയുമോ? അല്ല, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചത് അങ്ങനെ പണമില്ലല്ലോ. അങ്ങനെ പണമിടേണ്ട ആവശ്യമില്ലല്ലോ. ബംഗാൾ ഘടകത്തിൽ ഒരു നിമിഷം, ബംഗാളിലെ BJP ഘടകത്തിന് ഇങ്ങനെ കൊണ്ടുപോയി പൈസ ഇടാം ബാങ്കിൽ, അതിലെന്താ അപാകത? നേരത്തെ അറിഞ്ഞു പോട്ടെ, എന്നാൽ പോലും ബാങ്കിലേക്കല്ലേ വരുന്നത്, വരുമാനം കാട്ടണമല്ലോ. നേരത്തെ ബാങ്കിലേക്ക് എത്ര വേണമെങ്കിലും ഇടാം സാർ. എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? റിലയൻസ് ഉൾപ്പെടെയുള്ള വൻകിടക്കാർക്ക് വേണമെങ്കിലും എത്ര തുക വേണമെങ്കിലും ബാങ്കിലിടാം. ബാങ്കിൽ കൊണ്ട് ഇടാൻ യാതൊരു, അതാണ് ഇതിലെ ഏറ്റവും വലിയ അപാകതയും. എത്ര വേണമെങ്കിലും വാങ്ങും, തിരിച്ചു തരില്ല. ഒരു നിമിഷം, പഴയ പണം ഇടാം. ബാങ്കില് എത്ര വേണമെങ്കിലും ഡിസംബർ 30-ന് മുൻപ്, അല്ലല്ല, ഡിസംബർ 30 വരെ റിസർവ് ബാങ്കുകളിലേക്കാണ് പോകേണ്ടത്. ഈ മാസം 24-ാം തീയതി അല്ലല്ല, ഡിസംബർ 30 വരെ ഏത് ബാങ്കിൽ വേണമെങ്കിലും കൊണ്ടുപോയിടാം. ഡിസംബർ 30-ാം തീയതി കഴിഞ്ഞാൽ മാർച്ച് 31 വരെ റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി ആ ഒരു ഡിക്ലറേഷനോട്, അത് പ്രത്യേകിച്ച് ഡിസംബർ 30 വരെ ഇപ്പോ ആരുടെയെങ്കിലും കയ്യിൽ കോടിക്കണക്കിന് രൂപ കൊണ്ട് ഇടാം. പക്ഷേ അതിന്റെ കണക്ക് കാണിക്കണം. ആ കണക്ക് ചോദിക്കുമ്പോൾ കണക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ 200% ടാക്സ്. ഒരു നിമിഷം ശ്രമിച്ചു, എനിക്ക് ഈ ചർച്ചയിലുള്ള 5% ടാക്സ് കൊടുക്കണം. 200% കണക്കില്ലെങ്കിൽ 200% വലിയ തുകയാണ്. ഞാൻ ഇടപെടുകയാണ്. ഒരു നിമിഷം. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നോക്കിയാൽ 0.007 ആണ്. എന്ന് പറഞ്ഞാൽ ഈ കള്ളപ്പണക്കാർ യഥാർത്ഥത്തിൽ നോട്ടിലല്ല നിക്ഷേപിക്കുക, അത് ഭൂമിയിലായിരിക്കും. ശരി, ശ്രീ ജോർജ് ജോസഫ്, വിരലിൽ മഷി പുരട്ടി വിട്ടാൽ കള്ളപ്പണക്കാരുടെ ഏജന്റുമാരാകാതെ ഒരു ജനതയെ നേർവഴിക്ക് നടത്താൻ കേന്ദ്ര സർക്കാർ നടപടിക്ക് കഴിയുമോ? വേണു, ഇവിടെ തീർച്ചയായിട്ടും ഇത് വലിയൊരു അപമാനിക്കലാണ് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഒരാൾക്ക് ഇപ്പോൾ അത്യാവശ്യത്തിന് അയാൾക്ക് പണം ബാങ്കിലിടാം എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. പണം ക്യാഷായിട്ട് തന്നെ കറൻസി ഉപയോഗിക്കേണ്ടടുത്ത് നമുക്ക് കറൻസി തന്നെ ഉപയോഗിക്കാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് കറൻസി ആവശ്യമായി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കേണ്ട ബാധ്യത സർക്കാരിനും ഇല്ലേ? വിരലിൽ മഷി പുരട്ടിയാൽ കള്ളപ്പണക്കാരന്റെ ഏജന്റായി നാളെ ക്യൂവിൽ നിൽക്കുന്ന ഒരാൾ മാറാതിരിക്കുവാൻ അത് സഹായകമാകുമോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം എന്താ വെച്ചാൽ
ഒരിക്കൽ ഇപ്പം മഷി പുരട്ടി എന്ന് പറയുന്നത് കൊണ്ട് ഒരാൾ 4 പ്രാവശ്യം 5 പ്രാവശ്യം വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ന്യായീകരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 18 വയസ്സിൽ താഴെ ഉള്ള ആൾ പോലും അയാൾക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ പോകാൻ പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി പോയി മാറാൻ പാടില്ലെന്ന് എവിടെയെങ്കിലും പറഞ്ഞു പോയിട്ട് ആർക്കെങ്കിലും അറിയാമോ? അപ്പോൾ ഇത് ആർക്കും പോയിട്ട് നാളെ മാറാം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ 5 or 8 അംഗങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം ആധാർ നിങ്ങളെല്ലാം സ്വീകരിക്കുന്നു, നിങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ജനം സ്വാഭാവികമായും ഒരു കുടുംബത്തിലുള്ളവരായാൽ പോലും ഓരോരുത്തരായി പോയി എത്ര നമുക്ക് അവകാശപ്പെട്ട പണം, നാം ടാക്സ് കൊടുത്തിരിക്കുന്ന പണം, ട്രസ്റ്റികൾ മാത്രം എന്ന് നിയമപരമായി വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്ന ബാങ്കുകളിൽ നിന്ന് നമുക്കെടുക്കാം. അതിനുവേണ്ടിയാണ് ജനം ക്യൂ നിൽക്കുന്നത്. ആ ജനത്തെ നിങ്ങൾ ഒരു ദിവസം കള്ളപ്പണക്കാരുടെ ഏജന്റാക്കുകയാണ്. എന്നിട്ട് ഈ അറവുമാടുകൾക്ക് നെറ്റിയിൽ ഇങ്ങനെ ചുട്ടികുത്തുന്നത് പോലെ നാളെ മുതൽ നിങ്ങൾ വിരലിൽ മഷി പതിപ്പിക്കാനും പോവുകയാണ്. ഇതിൻ്റെ ഒരു പ്രായോഗിക വശം ആലോചിച്ചിട്ടുണ്ടോ? ഇത് തൂത്താൽ പോകുന്ന മഷിയല്ലേ? നിങ്ങൾ ഈ വോട്ടിംഗ് കാര്യം പറഞ്ഞുകൊണ്ടല്ലോ, കള്ളവോട്ട് നടക്കുന്നില്ലേ? അപ്പോൾ ഇത് തൂക്കാൻ പറ്റാത്ത മഷിയൊന്നുമല്ലല്ലോ. ഇനി അതുകൂടാതെ ഒരാഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നിങ്ങൾ തന്നെ അനുവദിക്കുന്ന നിയമപരമായി ഇത് മാറ്റിയെടുക്കാനുള്ള അവസരമുണ്ടല്ലോ. ആ സമയത്ത് പിന്നെ എത്ര വിരലിലാണ് നിങ്ങൾ ഇതിൻ്റെ മഷി പുരട്ടാൻ പോകുന്നത്? ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചാനലിൽ ഇത്രയും പ്രധാനപ്പെട്ട വിപ്ലവകരമായ ഒരു ആശയം ചർച്ച ചെയ്യുമ്പോൾ വിരളയിൽ മഷി പുരട്ടണോ വേണ്ടയോ എന്നുള്ളതാണോ നമ്മുടെ പ്രധാന വിഷയം? ഇതാണോ ചർച്ച ചെയ്യേണ്ട വിഷയം? ഇന്ത്യയിൽ വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്ത് ഇതാ നടപ്പാക്കിയിരിക്കുന്നു. ആ കാര്യം നടപ്പാക്കുമ്പോൾ ജനങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇന്ത്യയിൽ നിങ്ങൾ ഇതുപോലെ തന്നെ വിപ്ലവകരമായി നടപ്പാക്കി എന്ന് പറയുന്ന ഒന്നാണ് ജൻധൻ യോജന. 15 ലക്ഷം പേരെ ഉണ്ടായിരുന്നുള്ളൂ ബാങ്കിംഗ് സംവിധാനത്തിൽ. 20 ലക്ഷം പേർ കൂടി ഞങ്ങൾക്കിതാ ചേർക്കാൻ കഴിഞ്ഞു. 35 ലക്ഷം പേരായി ഇപ്പോൾ ബാങ്കിംഗ് സംവിധാനത്തിൽ. ഇന്നിരുന്ന് ഒരു നിമിഷം, 35 ലക്ഷമൊന്നും അല്ല. അല്ലല്ല, ഒരു നിമിഷം. ഇന്ന് ഇങ്ങനെ വലിയ കൊമ്പ് മുഴക്കിയ നിങ്ങൾ ഇന്ന് ശക്തികാന്ത് ദാസ് എന്ന സാമ്പത്തിക കാര്യ സെക്രട്ടറിയെ കൊണ്ട് ഏറ്റുപറയിക്കുകയാണ്, അയ്യോ ജൻധൻ യോജനയും പറ്റിക്കുകയാണ് കള്ളപ്പണക്കാർ. ജൻധൻ യോജനയിൽ 50,000 വരെ പരമാവധി ഇടാൻ പറ്റൂ. പക്ഷേ എല്ലാവരെ കൊണ്ടും 49,000 നിക്ഷേപം ഉണ്ടാക്കിപ്പിക്കുകയാണ്. അതിൻ്റെ വഴികൾ ഞങ്ങൾ കണ്ടെത്താൻ പോവുകയാണ്. ഞങ്ങൾ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം വഴിയൊരുക്കിയത്, നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പക്ഷെ നാടൊട്ടുക്ക് നിങ്ങൾ ഒരു ജനതയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നു, കള്ളപ്പണക്കാരുടെ ഏജന്റുമാരാക്കുന്നു. ശ്രീ അൽഫോൺസ് കണ്ണന്താനം, ഇതൊക്കെ മാതൃഭൂമി ചാനൽ അല്ലാതെ വേറെ ആരും പറയുന്നില്ല. ഇത് മഷി തേക്കുന്നത് കൊണ്ട് കള്ളപ്പണക്കാരുടെ ഏജൻ്റ് ആണതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ പ്രധാന വിഷയം ചർച്ച ചെയ്യാതെ അടിസ്ഥാനപരമായി ഈ ആശയത്തിന് പുറകിൽ എന്താണ്, ഈ വിപ്ലവകരമായ ആശയത്തിന് പുറകിൽ എന്താണ്, അതാണ് ചർച്ച ചെയ്യേണ്ടത്. അത് 8-ാം തീയതി മുതൽ ചർച്ച ചെയ്യായിരുന്നു സാർ. ജനം പറഞ്ഞപ്പോൾ ജനകീയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ജനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും, തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. ഇത്രയും വിപ്ലവകരമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് പ്രശ്നമാണ്. ഞാൻ ഇന്ന് പോയി ക്യൂവിൽ നിന്ന് ഞാൻ 6,000 രൂപ ഞാൻ 2 പേർക്കുള്ളതായിട്ട് എൻ്റെ ഭാര്യയും ഞാനും കൂടെ പോയി ക്യൂവിൽ നിന്ന് 6,000 രൂപ മാറ്റി. അവിടെ 100 ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ. ഇത് ഈ പ്രശ്നം, ഈ അസൗകര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. എന്റെ ചോദ്യം ലളിതമാണ്. എനിക്ക് 2 ചോദ്യമേ ഉള്ളൂ. ഞാൻ പറയുന്നതും വളരെ ലളിതമാണ്. ഈ ആശയം വരെ ലളിതമാണ്. ഇത് വിപ്ലവകരമായ മാറ്റങ്ങളാണ്. അത് ഇന്ത്യയിൽ നടന്നില്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന എനിക്ക് ലളിതമായ 2 ചോദ്യങ്ങളാണുള്ളത്. പറഞ്ഞാൽ 50% ബ്ലാക്ക് മാർക്കറ്റാണ്. ശരിയല്ലല്ലോ. ആ കണക്കുകളൊക്കെ നാം ചർച്ച ചെയ്തതാണ് സാർ. ഒരു നിമിഷം, ഇവിടെ എനിക്ക് ലളിതമായി 2 ചോദ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ പറയുകയാണ് ജൻധൻ യോജന മഹാവിപ്ലവമായിരുന്നുവെന്ന്. അതേ നിങ്ങൾ തന്നെ ഇന്ന് പറയുകയാണ് ഇതാ കള്ളപ്പണക്കാർ അത് ദുരുപയോഗം ചെയ്യുകയാണ് എന്ന്. ഞങ്ങളുടെ കുഴപ്പമാണോ? നിങ്ങളുടെ കുഴപ്പമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുകയാണ് ഈ ക്യൂ നിൽക്കുന്നതെല്ലാം യുദ്ധത്തിന്റെ ഭാഗമായുള്ള വലിയൊരു ക്ലീനിങ്ങിന്റെ ഭാഗമായുള്ള വിഷമതയാണ് എന്ന്. നിങ്ങൾ തന്നെ അടുത്ത ദിവസം പറയുകയാണ് കള്ളപ്പണക്കാർ ദാ ഈ ക്യൂ ദുരുപയോഗം ചെയ്യുന്നു എന്ന്. ഞങ്ങളുടെ കുഴപ്പമാണോ സാർ? നിങ്ങളുടെ കുഴപ്പമാണ്. ഒരു ദിവസം ശക്തികാന്ത് ദാസ് ഇറങ്ങി വന്ന് ഇളവുകൾ പ്രഖ്യാപിക്കും. ഒരു ദിവസം ശക്തികാന്ത് ദാസ് വന്ന് ഇളവുകൾ പ്രഖ്യാപിക്കും. ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, സീനിയർ സിറ്റിസൺസ് ബുദ്ധിമുട്ടുന്നു.
അപ്പോൾ ഞങ്ങൾ ഇതാ ക്യൂ പല തട്ടുകളിലാക്കാൻ പോകുന്നു, ഞങ്ങൾ ഹെലികോപ്റ്ററിൽ ഗ്രാമാന്തരങ്ങളിലേക്ക് പണമെത്തിക്കാൻ പോകുന്നു, ഞങ്ങൾ മൈക്രോ ATM പ്രവർത്തിപ്പിക്കാൻ പോകുന്നു. ഏത് മൈക്രോ ATM? 2 ലക്ഷം ATM രാജ്യത്തുണ്ട്. അതിൽ ഏതാണ്ട് 1.25 ലക്ഷമേ പ്രവർത്തിക്കുന്നുള്ളൂ, ബാക്കി മുഴുവൻ പണിമുടക്കി കിടക്കുന്നു. എന്നിട്ട് മൈക്രോ ATM പ്രവർത്തിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അടുത്ത ദിവസം ഇതേ ദാസ് വന്നിട്ട് പറയുകയാണ് എല്ലാ കള്ളപ്പണക്കാർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്, നിയന്ത്രണം നിയന്ത്രണം നിയന്ത്രണം. ഇത് ആരുടെ പിഴവാണ് സാർ? ഇത് ഒരു ചോദ്യം ഞങ്ങൾ ചോദിച്ചോട്ടെ? ഇവര് ഒരു ചോദ്യം കള്ളപ്പണക്കാരാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവരുടെ ശ്രീ കണ്ണന്താനം ഒരു നിമിഷം. ശ്രീ ഷാനവാസിനോട് ഒരു ചോദ്യം. ശ്രീ ഷാനവാസിനോട് ഒരു ചോദ്യം. ശ്രീ കണ്ണന്താനം. മിസ്റ്റർ കണ്ണന്താനവും എൻ്റെ ബഹുമാന്യ സുഹൃത്ത് കണ്ണന്താനവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഇന്ന് പോയി 6000 രൂപ എടുത്തു. വലിയ കാര്യം, വിപ്ലവകരമായ നടപടി. ആർക്കും അസുഖം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവനെ ഞാൻ ഒരു കാര്യം, ആർക്കെങ്കിലും താങ്കളുടെ കുടുംബത്തിൽ അസുഖം ഉണ്ടായി 1 ലക്ഷം രൂപ ആശുപത്രി കൊടുക്കണമെങ്കിൽ താങ്കൾ ഏത് ബാങ്കിൽ പോയി എടുക്കും? വളരെ ലളിതമാണ്. അതിന് വളരെ ലളിതമായ മറുപടിയുണ്ട്. താങ്കൾക്ക് 1 ലക്ഷം രൂപ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ആശുപത്രിയിലേക്ക് ചെക്ക് കൊടുക്കുക. ലോകത്ത് എല്ലായിടത്തും നടക്കുന്നത് എങ്ങനെയല്ലേ? ആശുപത്രി വിശ്വസിക്കുമോ? ആ ചെക്ക് മടങ്ങുമോ ഇല്ലയോ എന്ന് ആശുപത്രി വിശ്വസിക്കുമോ? ശ്രീ കണ്ണന്താനം. നമുക്ക് എല്ലാ ആശുപത്രിയിലും ഡെബിറ്റ് കാർഡ് സ്വീകരിക്കുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡ് സ്വീകരിക്കുന്നുണ്ട്. അല്ല, താങ്കൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇന്ന് കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ശ്രീ ജി വിജയരാഘവൻ പറയുകയായിരുന്നു, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും കൊടുത്താൽ അത്